ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ നോർവേയാണ്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. ഏർലിംഗ് ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും അടങ്ങുന്ന താരസമ്പന്നമായ നിരയെ ഇപ്പോൾ ബ്രസീലിന് നേരിടേണ്ടി വരികയാണ്. ഇവരെ മറികടന്നുകൊണ്ട് ബ്രസീൽ മുന്നോട്ട് പോകും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബ്രസീലിൻ്റെ പോസിബിൾ ലൈനപ്പ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ലുക്കാസ് പക്കേറ്റോയുടെ സ്ഥാനത്ത് ആര് വരും എന്ന കാര്യത്തിലായിരുന്നു സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ഡാനിലോ സാന്റോസ്, ഗബ്രിയേൽ മാർട്ടിനെല്ലി എന്നിവരായിരുന്നു ആ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഗബ്രിയേൽ മാർട്ടിനെല്ലി അക്കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ മാർട്ടിനെല്ലി ഉണ്ടാകും. അവസാനത്തെ ട്രെയിനിങ് സെഷനിൽ കാർലോ ആഞ്ചലോട്ടി മാർട്ടിനെല്ലിയെ പരീക്ഷിച്ചു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപ്രകാരം ബ്രസീലിൻ്റെ പോസിബിൾ 11 ഇങ്ങനെയാണ്: ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ, പ്രതിരോധ നിരയിൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗിമറസ്, ഗബ്രിയേൽ മാർട്ടിനെല്ലി, മുന്നേറ്റ നിരയിൽ റയാൻ, വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ പോസിബിൾ ലൈനപ്പ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും നെയ്മർ ജൂനിയർ ഉണ്ടാവുക. അതുപോലെ തന്നെ റാഫീഞ്ഞ ഈ മത്സരത്തിന് ലഭ്യമായിരിക്കും എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. റാഫീഞ്ഞ സ്റ്റാർട്ട് ചെയ്യില്ല, ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.